നമസ്കാരം. ആന്റണി രാജുവിന് ഇനി ജയിൽ, ഒപ്പം വക്കീൽ പണിയും തെറിക്കാൻ പോകുന്നു. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് ആന്റണി രാജുവിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ ബാർ കൗൺസിൽ തീരുമാനിച്ചു. അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നത്. ബാർ കൗൺസിൽ അച്ചടക്ക സമിതിയോട് തുടർ നടപടിക്ക് നിർദ്ദേശിക്കാൻ പോകുന്നു. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചത് അതീവ ഗുരുതരമാണ് എന്നും ആന്റണി രാജുവിന്റെ നടപടി നാണക്കേട് ആണ് എന്നും ബാർ കൗൺസിലിന്റെ പ്രതികരണവും വന്നിരിക്കുന്നു. മുൻമന്ത്രി ആന്റണി രാജുവിന് ഇത് ഇരട്ട പ്രഹരമാണ്. തൊണ്ടിമുതൽ മോഷ്ടിച്ചെന്ന കേസിൽ കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ അഡ്വക്കേറ്റ് പദവും നഷ്ടമാകും. ആന്റണി രാജുവിന്റെ അഭിഭാഷക ലൈസൻസ് റദ്ദാക്കാൻ ബാർ കൗൺസിലിൽ നടപടികൾ ആരംഭിക്കുകയാണ്. കോടതിയെ കബളിപ്പിച്ചും തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചും വിദേശി പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച അഭിഭാഷകനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ബാർ കൗൺസിൽ സ്വീകരിക്കാൻ പോകുന്നത്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നീതിപീഠത്തോട് കാണിക്കേണ്ട പ്രാഥമിക മര്യാദകൾ ലംഘിച്ചു എന്നതാണ് ആന്റണി രാജുവിനെതിരെയുള്ള പ്രധാന ആരോപണമെന്ന് പറയപ്പെടുന്നത്. കോടതിയിലെ തൊണ്ടിമുതലായിട്ടുള്ള അടിവസ്ത്രം വെട്ടിമുറിച്ചു എന്ന കേസിൽ ശിക്ഷാവിധി വന്നതോടെ ആന്റണി രാജുവിന് ഇനി വക്കീൽ കുപ്പായം അണിയാൻ യോഗ്യതയില്ല എന്ന വാദമാണ് ശക്തമാകുന്നത്. ബാർ കൗൺസിലിന്റെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വിഷയം എത്തും. അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുവാനുള്ള നടപടികൾ വേഗത്തിൽ ഉണ്ടാകും. അഭിഭാഷക വൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അത് ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് കനത്ത ആഘാതമാകും. മന്ത്രിസ്ഥാനം നഷ്ടമായതിന് പിന്നാലെ വക്കീൽ പണിയും പോകുന്നതോടെ പ്രതിരോധത്തിലാകും ആന്റണി രാജു. ക്രിമിനൽ കേസിൽ വിചാരണ നേരിടുന്ന ഒരാൾ ബാർ കൗൺസിലിൽ തുടരുന്നത് അഭിഭാഷക സമൂഹത്തിന് തന്നെ നാണക്കേടാണ് എന്ന നിലപാടിലാണ് ഭൂരിഭാഗം അംഗങ്ങളും. ഒരു അടിവസ്ത്രം വെട്ടിമുറിച്ചതിലൂടെ സ്വന്തം ഭാവിയാണ് ആന്റണി രാജു വെട്ടിമുറിച്ചിരിക്കുന്നത് എന്ന പരിഹാസം ഇതിനോടകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാണ്. ലഹരി കേസിലെ പ്രതിയായിട്ടുള്ള വിദേശിയെ രക്ഷപ്പെടുത്തുവാൻ തൊണ്ടിമുതൽ അട്ടിമറിച്ച കേസിലാണ് മുൻമന്ത്രിയും MLA-യുമായിട്ടുള്ള ആന്റണി രാജുവിന് തടവും പിഴയും വിധിച്ചിരിക്കുന്നത്. കൂട്ടുപ്രതിയായ ക്ലാർക്ക് ജോസിനും ഉദ്യോഗസ്ഥ വഞ്ചനയ്ക്ക് 1 വർഷം അധിക തടവും നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിക്കുകയും ചെയ്തു. തൊണ്ടിമുതൽ അട്ടിമറി കേസിൽ കുറ്റപത്രം നൽകി 19 വർഷങ്ങൾക്ക് ശേഷമാണ് LDF നേതാവ് പ്രതിയായ കേസിൽ വിധി വരുന്നത്. കോടതി വിധിയോടെ ആന്റണി രാജു അയോഗ്യനായി. അടിവസ്ത്രത്തിൽ ലഹരി ഒളിപ്പിച്ച് കേരളത്തിലെത്തിയപ്പോൾ പിടിക്കപ്പെട്ട ഓസ്ട്രേലിയൻ പൗരൻ സാൽവദോർ സാർലിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ചതിനാണ് ആന്റണി രാജുവിനെയും കോടതി ക്ലർക്ക് ജോസിനെയും കോടതി ശിക്ഷിച്ചത്. 1990 ഏപ്രിൽ 4-നായിരുന്നു ഈ സംഭവം നടന്നതും ഈ വ്യക്തി പിടിയിലായതും. നീതിന്യായ വ്യവസ്ഥയിലെ അത്യപൂർവ കേസിന്റെ വിധിയാണ് 19 വർഷങ്ങൾക്ക് ശേഷം നെടുമങ്ങാട് 1ാം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഉണ്ടായത്. 10 വർഷം ശിക്ഷിച്ച വിദേശ പൗരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഈ അഭിഭാഷകനായിട്ടുള്ള ആന്റണി രാജു ഈ തൊണ്ടി ക്ലർക്കിന്റെ സഹായത്തോടു കൂടി കോടതിയിൽ നിന്നും പുറത്തേക്കെടുത്ത് വെട്ടി ചെറുതാക്കി വീണ്ടും കോടതിയിൽ വയ്ക്കുകയായിരുന്നു. ഇതായിരുന്നു നടന്ന സംഭവം എന്ന് പറയപ്പെടുന്നത്. തൊണ്ടി വസ്ത്രം പ്രതിയുടേതല്ല എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ച് 4 വർഷത്തിന് ശേഷം ഹൈക്കോടതി സാൽവദോറിനെ വെറുതെ വിട്ടു. ഈ കേസിൽ തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവുണ്ടാക്കൽ, ഗൂഢാലോചന, വ്യാജരേഖ ഉണ്ടാക്കൽ എന്നിവയ്ക്ക് ആന്റണി രാജുവിനെയും ജോസിനെയും കോടതി ശിക്ഷിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ വഞ്ചനയ്ക്ക് ക്ലർക്കായ ജോസിനെ മാത്രമാണ് 1 വർഷം ശിക്ഷിച്ചത്. മറ്റു വകുപ്പുകളിൽ തെളിവ് നശിപ്പിച്ചതിന് 3 വർഷവും 10,000 രൂപയും, ഗൂഢാലോചന 6 മാസവും, കള്ളത്തെളിവ് ഉണ്ടാക്കിയതിന് 3 വർഷവും, വ്യാജരേഖ ഉണ്ടാക്കിയതിന് 2 വർഷവുമാണ് ശിക്ഷ. സർക്കാർ ഉദ്യോഗസ്ഥർ നടത്തിയ വഞ്ചന തെളിഞ്ഞതിനാൽ ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കുമായിരുന്നു ആ കേസിൽ. അതിനാൽ ശിക്ഷാവിധിക്ക് മേലുള്ള വാദം CJM കോടതിയിൽ കേൾക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യം തള്ളിയാണ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. അട്ടിമറി വ്യക്തമായതോടെ ലഹരി കേസ് അന്വേഷിച്ച മുൻ SP ജയമോഹൻ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. നിരവധി പ്രാവശ്യം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. 2005-ൽ ഉത്തരമേഖല IG ആയിരുന്ന സെൻകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് ഇതിന്റെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. സുപ്രീം കോടതി വരെ ജയമോഹൻ നിയമ പോരാട്ടം നടത്തുകയും ചെയ്തു. വിദേശിയായ പ്രതി ശിക്ഷിക്കപ്പെട്ടപ്പോൾ താനൊരു ബോംബ് ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് ആന്റണി രാജു കോടതി വരാന്തയിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞതാണ് സംശയം വർദ്ധിച്ചതും തുടർന്നുള്ള അന്വേഷണത്തിന് ഇടയാക്കിയതും. മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയായ 3 വർഷം ലഭിച്ചതിനാൽ ആന്റണി രാജുവിന് ജാമ്യം ലഭിച്ചു. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആന്റണി രാജു അയോഗ്യനായി. തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുവാനും അദ്ദേഹത്തിന് കഴിയില്ല. സ്റ്റേ വാങ്ങിയാലും അയോഗ്യത നീങ്ങില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. മജിസ്ട്രേറ്റ് കോടതിയുടെ വിധിക്കെതിരെ ആന്റണി രാജു ഉടൻ അപ്പീലിന് പോവുകയും ചെയ്യും.
അടിവസ്ത്ര കേസിലെ കോടതി വിധിക്ക് പിന്നാലെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ജനാധിപത്യ കേരള കോൺഗ്രസ് കടുത്ത അസ്തിത്വ പ്രതിസന്ധിയിലാണ്. വക്കീൽ പണി പോകുന്നതിനും ബാർ കൗൺസിൽ നടപടികൾക്കും പിന്നാലെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. മുന്നണി മര്യാദയുടെ പേരിൽ ആന്റണി രാജുവിനെ ഇതുവരെ CPM പിന്തുണച്ചിരുന്നുവെങ്കിലും തൊണ്ടി മുതൽ മോഷ്ടിച്ചെന്ന നാണക്കേട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയുധമാക്കുമെന്ന് LDF ഭയപ്പെടുന്നു. ഇതോടെ പാർട്ടിയെ LDFിൽ നിന്നും അകറ്റി നിർത്തും. ഇത്രയും വലിയ ക്രിമിനൽ കുറ്റാരോപണം നേരിടുന്ന ഒരാൾ നയിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് ഘടകകക്ഷികളുടെയും നിലപാട്. ആന്റണി രാജുവിനെ ഇനി മുന്നണി യോഗങ്ങളിൽ വിളിക്കുവാനും സാധ്യതയില്ല. നേതാവ് പ്രതിസന്ധിയിലായതോടെ ജനാധിപത്യ കേരള കോൺഗ്രസിലെ അണികളും മറ്റ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുവാനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ ആന്റണി രാജു എന്ന ഒറ്റ നേതാവിൽ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. UDFും ഈ പാർട്ടിയെ മുന്നണിയിലേക്ക് അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത. ജാട്ടിക്കേസിലെ വെട്ടിയൊട്ടിക്കൽ നാണക്കേടെന്ന് വിലയിരുത്തി ഇടതുമുന്നണിയും അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാൻ ബാർ കൗൺസിലും മുന്നോട്ട് പോകുമ്പോൾ ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും അഭിഭാഷക വൃത്തിക്കും ഒരേ സമയം വിലങ്ങു വീഴുകയാണ്.